മുൻ കേന്ദ്രമന്ത്രിയുമായ EVKS ഇളങ്കോവൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 75 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് തമിഴ്നാട്ടിലെ ഒരു ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുകയാണ്. റഹീസ്, ഇളങ്കോവൻ്റെ മരണത്തിൻ്റെ മറ്റു വിശദാംശങ്ങളെക്കുറിച്ച്. SK ഏതാണ്ട് ഒരു മാസം മുൻപാണ് EVKS ഇളങ്കോവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഒരു ആദ്യത്തെ ആഴ്ച അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടർന്നിരുന്നു. പക്ഷേ അന്ന് സ്റ്റാലിനും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം അദ്ദേഹത്തിനെ സന്ദർശിച്ചിരുന്നു. ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതിനു പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി ആരോഗ്യനില വീണ്ടും വഷളായത്. ശേഷം അല്പസമയം മുമ്പ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. EVKS ഇളങ്കോവൻ കോൺഗ്രസിനെ സംബന്ധിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവാണ്. അദ്ദേഹത്തിന് ഈ നെഹ്റു കുടുംബവുമായുള്ള ബന്ധം, പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുമായിട്ടുള്ള അടുപ്പം, ഒപ്പം രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധമൊക്കെയും എടുത്തു പറയണം. മാത്രമല്ല ഇദ്ദേഹം ഈ തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സഖ്യത്തിന്, അല്ലെങ്കിൽ ഈ ഇരു പാർട്ടികൾക്കും ഇടയിലുള്ള ഒരു പ്രധാന പാലമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അത്രയ്ക്ക് തലപ്പൊക്കമുള്ള മുതിർന്ന നേതാവാണ് അദ്ദേഹം. ആകെ ഒരു തവണ മാത്രമാണ് ലോക്സഭയിൽ നിന്ന് ജയിച്ചിട്ടുള്ളത്. അത് ചെട്ടിപ്പാളയം മണ്ഡലത്തിൽ നിന്നായിരുന്നു. 5 തവണ ഇദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. 2004 ഈ വിജയത്തിനു പിന്നാലെ അദ്ദേഹത്തിനെ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ടെക്സ്റ്റൈൽസ് വകുപ്പിൻ്റെ മന്ത്രിയായിട്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം നടന്ന 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം തോറ്റു. 2019 ഈ ഇന്ത്യ മുന്നണി, അല്ലെങ്കിൽ ഈ DMK കോൺഗ്രസിൻ്റെ ഒരു സഖ്യത്തിൽ നിന്ന് തോൽക്കുന്ന ഏക MP ആയി മാറിയതിനു ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല, താൻ മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം മരിച്ചതിന് പിന്നാലെയാണ് ഈറോഡ് ഈസ്റ്റിൽ നിന്നും വീണ്ടും പിതാവ് അതായത് EVKS ഇളങ്കോവൻ മത്സരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് MLA ആയിരുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി പോകുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം. ശ്വാസ തടസ്സത്തിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.